അങ്ങനെ പാലക്കാട് നിന്നാണ് ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ പോയിട്ട് പാലക്കാട് പോയിട്ടാണ് വണ്ടി എടുത്തുകൊണ്ട് ബോട്ടിൽ വരുന്നത്. അപ്പോൾ ആൾക്ക് ഒരുപാട് സജഷൻസ് ഉണ്ടായിരുന്നു കസ്റ്റം പെയിന്റിങ്ങിനെ പറ്റിയിട്ട്. അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി. കാരണം ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ആരും ചെയ്താത്തൊരു വർക്കാണ്. ഈ ഒരു രീതിയിൽ നമ്മളൊരു കസ്റ്റം പെയിന്റിങ് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അത് അദ്ദേഹം എന്നോട് എടുത്തു പറഞ്ഞ കാര്യം. അത് ഞാൻ ഒഴിവാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആ ശബ്ദം ഇച്ചിരി അല്ലേ കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഇത് ചെയ്യണമെന്ന്. പിന്നെ പെയിന്റിങ്ങിന്റെ ഇതൊന്ന് പറയാം സാർ നമ്മുടെ വർക്കിന്റെ. വളരെ നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. ഇത് ഈ ഡ്യുവൽ ടോൺ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു റിസ്ക് ഉണ്ട്. കാര്യം ഇതൊരു സെപ്പറേറ്റ് പീസ് അല്ലല്ലോ. അപ്പോൾ അത് പക്ഷേ വളരെ നല്ല ഫിനിഷിങ്ങിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബമ്പറിൽ ഇവിടെ വരുന്ന ആ സിൽവർ ഇത് മാറ്റിയിട്ട് അതും ഈ ഡ്യുവൽ ടോൺ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇവിടെ പെയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പെയിന്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയത്തില്ല. ഇത് എന്താ പറയുന്നത്, കമ്പനിയിൽ നിന്ന് എങ്ങനെ ഇറക്കിയാണെന്നേ പറയത്തുള്ളൂ. പിന്നെ ഇതായിരുന്നു എനിക്ക് ഏറ്റവും സംശയം ഉണ്ടായിരുന്ന എലമെന്റ്. പക്ഷേ അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടി നന്നായിട്ടുണ്ട് പെയിന്റിങ് ഫിനിഷിങ് വർക്കും എല്ലാം. ഈ താറോക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാറേ, ചെറിയ ചെറിയ കസ്റ്റം പെയിന്റിംഗ് കൊണ്ട് നമുക്ക് വേറെ ലുക്കിലോട്ട് വണ്ടി കൊണ്ടുപോകാം അല്ലേ. നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മളൊരു സ്പേസർ ഇട്ടിട്ടുണ്ട്. വീൽ സ്പേസർ ഒരു ചെറിയ രീതിയിൽ തളിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് 50mm പെൻറ്റയറിന്റെ ആണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ റൂഫ് പെയിന്റ് നമ്മൾ പില്ലർ ഇതിലോട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പ്രീമിയം ക്വാളിറ്റി തന്നെയാണ്. റൂഫിൽ ഓൾറെഡി പെയിന്റ് വരുന്നതാണ്. അതിനെ തന്നെ ആ ഒരു കളറിനെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മൾ സൈഡ് വശങ്ങളിലെ ലോഗോ നമ്മൾ മാറ്റ് ഫിനിഷിലോട്ട് തന്നെ കൊണ്ടുപോയിരിക്കുകയാണ്. കൂടാതെ നമ്മുടെ സെറാമിക്കിന്റെ നമ്മുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. സെറാമിക്കും കൂടെ ചേർന്നത് വണ്ടി വേറെ ലെവലാണ് കേട്ടോ. പിന്നെ അലയുടെ കാര്യം പറയണ്ട. അല്ലെങ്കിൽ നമ്മളൊരു പിയാനോ ബ്ലാക്കിലോട്ട് ആക്കി നല്ല ഗ്ലോസിലോട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ കാലിബറിന് യെല്ലോ, അതായത് ഒരു പ്രീമിയം രീതിയിൽ തന്നെ നമ്മൾ ആ കാലിബർ വന്നപ്പോൾ വണ്ടി മാറിയിട്ടുണ്ട്. അപ്പം ഈ രണ്ട് വണ്ടിയുടെ ലുക്ക് കണ്ടല്ലോ. ഇത് നമ്മൾ വേറിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ വണ്ടി. ചെറിയ 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 കസ്റ്റം പെയിന്റിങ്ങിലൂടെ നമ്മുടെ ഈ വാഹനം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. റോഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്.